നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളിനി ഈ വീട്ടിൽ വേണ്ട. ഇറങ്ങി പോടി ഇവിടുന്ന് പോ. രോഹിത്തെ, കഴുത്തിന് പിടിച്ച് ഇവളീ വളപ്പിന് പുറത്താക്കിയിട്ട് ഏതെങ്കിലും ഓടയിലോ കാനയിലോ കൊണ്ടുപോയി തള്ളു. ഇവൾക്കൊക്കെ ഇണങ്ങിയ സ്ഥലം അതാ. കൊണ്ടുപോ. ഇല്ല സത്യമേ, വ്രതാതിരിക്കുമ്പോ ചിക്കൻ ബിരിയാണി വേണമെന്ന് ശ്യാമ പറഞ്ഞാണ് കുറ്റമെങ്കിൽ അതിന് ഉത്തരവാദി ഇവളല്ല. പിന്നെ എടാ, പിന്നെ ആരാണെന്ന്? ഞാനാ. എനിക്ക് വേണ്ടിയാ ശ്യാമ ബിരിയാണി വേണമെന്ന് പറഞ്ഞത്. സത്യമേക്ക് അറിയല്ലോ, ശാരദാമ്മയുടെ മക്കൾക്കൊന്നും നോൺ വെജ് ഇഷ്ടമല്ലെന്ന്. എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് ശ്യാമ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണിയാണെന്ന്. ശ്യാമ ഇതുവരെ കഴിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരെണ്ണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. വ്രതമല്ലേ, എങ്ങനെയാ കഴിക്കാന്ന് ശ്യാമ ചോദിച്ചു. അതൊന്നും സാരമില്ല, നമുക്ക് കഴിക്കാന്ന് ഞാനാ പറഞ്ഞത്. ഞാനൊരു തമാശ പറഞ്ഞതാ. ശ്യാമ അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. തമാശയായിരുന്നു അല്ലേ? എന്നാ ഇതും കൂടി നീ അങ്ങ് തമാശയായിട്ട് കൂട്ടിക്കോടാ. ഇമാതിരി തമാശ ഇനി ആവർത്തിച്ച ശിക്ഷ നിനക്കായിരിക്കും. ഇവൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നീയല്ലടാ. സോറി സത്യമേ. ഡാ, നീ മാപ്പ് പറയേണ്ടത് എന്നോടല്ല, ദേ ഇവളോടാ. കാര്യം അറിയാതെ ഞാൻ ഈ പാവത്തിനെ ഉപദ്രവിച്ചു. പറയടാ. അമ്മ എന്താ ഇത്? രോഹിത് എന്തിനാ ശ്യാമയോട് മാപ്പ് പറയുന്നേ? ഡാ, തെറ്റാരുടെ ഭാഗത്തു നിന്നായാലും അവര് മാപ്പ് പറയണം വിഷ്ണു. അതാ ഇവിടുത്തെ കീഴ്വഴക്കം. അതിനി ഞാനായാലും നീ ആയാലും. പറയടാ. ഞാൻ മാപ്പ് പറയാൻ സത്യമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് കണ്ടിരുന്നു, ഇനി കാണുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. നിങ്ങൾ എന്തിനാ വിജയുടെ വീട്ടിൽ പോയത്? ആര് പോയെന്ന്? ഞാനോ? ഞാൻ കണ്ട കാര്യമായി ചോദിക്കുന്നത്. എന്നാ ഞാൻ ചെയ്യാത്ത കാര്യമായി പറയുന്നത്. ഞാൻ ആരെയും കാണാൻ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നിങ്ങൾ ഈ പറയുന്നത് വെറുതെ ആണെന്ന് എനിക്കറിയാം. അർച്ചന പ്ലീസ്, ഞാൻ മനസ്സാ വാച അറിയാത്തൊരു കാര്യത്തിന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. കുറച്ചു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും പറഞ്ഞു ജയിക്കാൻ വേണ്ടി ഇത് ഞാൻ സമ്മതിച്ചെന്നേനെ. എന്നാലിപ്പോ അങ്ങനല്ല. മറ്റാർക്കും ഒരു ശല്യം ആവരുതെന്ന് കരുതി ഒതുങ്ങിക്കൂടുന്ന എന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അർച്ചന പറയുന്ന ഈ മാനേജറെ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നു. അയാളുടെ കാലിന് എന്താ പറ്റിയെന്നറിയോ നിങ്ങക്ക്?
അറിയാം. ഞാനും എന്റെ ആൾക്കാരും ചേർന്ന് തല്ലിയതാ. അതെന്റെ പഴയ ജീവിതത്തിലെ ഒരു സംഭവം മാത്രം. അതിനും കൂടിയാ ഞാൻ ഈശ്വരനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നെ. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. അതുകൊണ്ട് അവന്തിയുടെ ഭൂതകാലത്തെ പറ്റി ഒരു സംസാരം വേണ്ട നമുക്ക്. മാനേജർ വിജയുടെ മിസ്സിങ്ങിന് പിന്നിൽ നിങ്ങളാണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നല്ല പിള്ള ചമയുമ്പോഴും അവന്തിക പഴയ അവന്തിക തന്നെയെന്ന് എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഇപ്പൊ നിങ്ങൾ എടുത്തെണിഞ്ഞിരിക്കുന്ന ഈ ചെന്നായയുടെ ആട്ടിൻതോലണിഞ്ഞ വേഷം ഊരി വെപ്പിക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയ നമുക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. എന്താ, അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള അർഹതയില്ല മാനേജറെ. അങ്ങനെയാണ്. ആ മാനേജർ വിജയെ എന്ത് ചെയ്തു എന്നുള്ള എന്റെ ആദ്യത്തെ ചോദ്യത്തിന് കാരണങ്ങളില്ലാത്തൊരു ഞെട്ടൽ നിങ്ങളുടെ മുഖത്തുണ്ടായി. ആ ഞെട്ടലിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമാണെങ്കിൽ അവന്തിക കമ്പിയഴി എണ്ണാൻ കാത്തിരുന്നു. അഥവാ അവസാനം നിങ്ങൾക്ക് ജയിൽ ജീവിതം നഷ്ടമാവുമെന്ന് തോന്നിയ ആ അവസരം ഞാൻ ചോദിച്ചു വാങ്ങിക്കും. എന്റെ ഭർത്താവിനും വീട്ടുകാർക്കും സ്വൈര്യമായി ജീവിക്കാൻ ഇനി ആരെങ്കിലും കൊല്ലാനാണ് വിധിയെങ്കിൽ അത് ഞാൻ ചെയ്യും. എന്റെ സച്ചേടിന് വേണ്ടിയാവുമ്പോൾ സന്തോഷത്തോടെ ഞാൻ ചെയ്യും. നിങ്ങളുടെ വാക്ക് കടമെടുത്ത് ഞാൻ പറയാം, നിന്നെ ഞാൻ കൊല്ലും. അതിനി എന്ത് ശിക്ഷ കിട്ടിയാലും ഞാനങ്ങ് സഹിച്ചു. മാനേജറെ കാണാതായതിന് പിന്നിൽ നിങ്ങളുടെ ബുദ്ധിയും സാമർഥ്യമാണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്കുണ്ട് മോളെ സ്വപ്നങ്ങളും മോഹങ്ങളും. മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് നമുക്ക് തിരിച്ചു പോകാനാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാ മമ്മി പറയുന്നേ? നീ അനുഭവിക്കുന്ന വേദന സ്വാതിയും അനുഭവിക്കണം. കതിർ മണ്ഡപത്തിൽ നിന്ന് താലി അണിയാതെ ഇറങ്ങിപ്പോകേണ്ടി വന്ന എത്ര പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ മോൾക്ക് അങ്ങനെ ഒരു ദുർവിധി വന്നു. നീ ഒരു നിസ്സാരക്കാരിയല്ല മോളെ. സഹസ്ര കോടികളുടെ ആസ്തിയുള്ള ചന്ദ്രവർമ്മയുടെ മോളാ നീ. ഈ രാജ്യമറിയുന്ന ബിസിനസ് മാഗ്നറ്റ്. നിന്റെ മുന്നിൽ സ്വാതിയോ സഞ്ജുവോ മംഗലശ്ശേരിയോ ഒന്നുമില്ല. ആ ലക്ഷ്മിക്ക് ഒരു പുൽക്കൊടിയുടെ വില പോലുമില്ല. നിന്നെയും എന്നെയും പാതാളം വരെ ചവിട്ടി താഴ്ത്തിയവരോട് ക്ഷമിച്ചു പോകാൻ പറ്റുമോ നിനക്ക്? എങ്കിൽ മരണം വരെ നിനക്ക് നീറി നീറി ജീവിക്കേണ്ടി വരും. എനിക്കെതിരെ ആരും ഇന്നേ വരെ വെല്ലുവിളിയുമായി വന്നിട്ടില്ല. ദക്ഷ ആദ്യമായി അടിപതറിയത് ഒരു സാധാരണ പെണ്ണിന്റെ മുന്നിലാ. ഇന്നവൾ നിന്നെയും എന്നെയും മറന്നിരിക്കുക. എന്തിന്? മംഗലശ്ശേരിക്കാരെ പോലും. മംഗലശ്ശേരിക്കാരുടെ മസ്തകത്തിലേറ്റ അടിയല്ലച്ചു. കാര്യങ്ങൾ ഈ വിധം മാറി മറിയുമ്പോ നിനക്കിങ്ങനെ പോകാൻ കഴിയോ? ഞാൻ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും കാണുന്നില്ല. അമ്മൂന് ഓർമ്മ തിരിച്ചു കിട്ടും. സ്വാതി സഞ്ജുവിന്റെ ഭാര്യയായിട്ട് ജീവിക്കുകയും ചെയ്യും. അവിടെയാ നീ ഇറങ്ങി കളിക്കേണ്ടത്. നിനക്ക് കിട്ടാതെ പോയത് കാഞ്ചനയുടെ മകൾക്കും കിട്ടാൻ പാടില്ല. അതെന്റെ വാശിയാ. ആ വാശി എന്റെ മോൾക്കും ഉണ്ടാവണം. മമ്മിയേക്കാൾ 10 മടങ്ങ്.
തനിക്ക് കിട്ടാത്തത് പ്രതിയോഗിക്ക് കിട്ടരുതേ എന്ന വാശിയ നീ ഇപ്പൊ കാണിക്കേണ്ടത്. പന്ത് നമ്മുടെ കോർട്ടിൽ വന്നു കിടക്കുക. ഗോൾ വഴിതിരിച്ചു വിടാൻ പോലും എതിരാളിയില്ല. ശത്രുക്കൾ നിഷ്പ്രഭരായി ഇരുട്ടിൽ തപ്പുന്നു. ഗോൾ പോസ്റ്റിലേക്ക് മെല്ലെ ഒന്ന് തട്ടുകയേ വേണ്ടു. എപ്പോ എന്ന് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി. സഞ്ജു താലി കെട്ടിയ പെണ്ണാണ് ലക്ഷ്മി എന്ന സത്യം സ്വാതിക്ക് ഇപ്പോഴും അറിയില്ല. സത്യത്തിൽ അവൾ അണിഞ്ഞിരിക്കുന്നത് കോമാളി വേഷ. നീയായി അതൊന്ന് പൊട്ടിച്ചാൽ മംഗലശ്ശേരിയിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. സ്വാതിക്ക് മുൻപിൽ സഞ്ജു പിന്നെ ഉണ്ടാവില്ല. മംഗലശ്ശേരി കത്തി വെണ്ണീറാവും. ഒരു പെണ്ണിനെയും ഇതേപോലൊരു കാമുകൻ ചതിച്ചിട്ടുണ്ടാവില്ല. അനിയത്തിയായി കൊണ്ടു നടന്നവൾ, ഭർത്താവ് താലി കെട്ടിയ പെണ്ണ്. ഇതൊന്നും കാണാതെയും ആസ്വദിക്കാതെയും പോണു നിനക്ക്? ഞാനിവിടെ ഉണ്ടാവും അമ്മ. 2 ഭാര്യമാർക്കിടയിൽ സമാധാനം നഷ്ടപ്പെട്ട് പാതി വെന്തെരിഞ്ഞ് സഞ്ജു തെക്ക് വടക്ക് ഓടുന്നത് എനിക്കൊന്ന് കാണണം. സ്വാതി അമ്മ ഒന്നും അല്ല എന്റെ മുന്നിൽ. എന്റെ മുന്നിൽ സഞ്ജുവാ. സഞ്ജു മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവനെ ഇനി സംസാരിക്കാൻ വിട്ടാ ഇവനില്ലാത്ത ഒരുപാട് അവഖ്യാതികൾ ഇനിയും വിളിച്ചു പറയും. അറിയാ എന്തിനാ ദൈവമേ കൊന്നത്? എന്തിനാണെന്ന്? എന്തിനാ പ്രഭാവതി അമ്മയെ കൊല്ലാൻ നോക്കിയത്? എന്തിനാണെന്ന്? ആരും അടുത്ത് വരരുത്. ഞാൻ കൊല്ലും. വരരുത്, ആരും വരരുത്. ആരും വരരുത്. പാർവതി, മോനെ വിശാലേ, പാർവതി, അയാളോടെ, അയാളോടെ. എന്തിനു പറ്റിയോ? അവനെവിടെ പോയി? വിശാലേ, എടാ ഡോറ് തുറന്നിരിക്കുന്നു. അച്ഛമ്മേ, മോളെ, മുത്തശ്ശനെന്താ ഇവിടെ പോയതാ? എന്നാലും എന്തിനായിരിക്കും മുത്തശ്ശൻ പ്രഭാവതിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? നിങ്ങൾ ഇത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇപ്പോ വിശാൽ സാർ പറയുന്നു നിങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന്. ദൈവമേ കൊന്നത് നിങ്ങളാണെന്ന്.
പക്ഷേ ഗായത്രി അമ്മ പറയുന്നു നിങ്ങളല്ല ദൈവമേ കൊന്നതെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദേവി. നിങ്ങളാണോ ദൈവമേ കൊന്നത്? നിങ്ങളിപ്പോ എവിടെയാണ്? എവിടേക്കാ പോയത്? ഈ വീട്ടിലെ യഥാർത്ഥ ശത്രു ആരാ? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്റെ ഉദയനൂരമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഉള്ളിന്ന് ആ വിറയില് ഇപ്പോഴും മാറിയിട്ടില്ല പ്രതാപ. കത്തിയുമായിട്ട് അയാളെ കണ്ടപ്പോ അയാളെ എതിരിടണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ നേരത്ത് കയ്യും കാലും ഒക്കെ മരവിച്ചതുപോലെ ആയിരുന്നു. തൊണ്ടയിൽ നിന്നും ഒരു ചെറിയ ഒച്ച പോലും പുറത്തു വരുന്നില്ല. അയാളൊരു ഭ്രാന്തനെ പോലെ രണ്ടും കൽപ്പിച്ചല്ലേ കയറി വന്നത്. എങ്ങനെ ഏത് രീതിയിലുള്ള ആക്രമണമാണ് അയാൾ നടത്താൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാ ഞാനും വരണ്ടു പോയത്. പിന്നെ നമ്മൾ ഈ നേരത്തെ അയാളെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അയാൾ ഇവിടെ എത്തുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അയാളെ കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാമായിരുന്നു. പുറത്തെ ഗേറ്റും മുൻവശത്തെ വാതിലും എല്ലാം അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ അയാള് ഇതിനകത്ത് കയറിയത്? അതായത് എനിക്ക് മനസ്സിലാവാത്തത്. അന്ന് അയാളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് അയാൾ ഈ പരിസരത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ നമ്മളത് കാര്യമായിട്ട് അന്വേഷിക്കണമായിരുന്നു. ആ രാത്രി തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ അയാൾ നമ്മുടെ കയ്യിൽ അകപ്പെടുമായിരുന്നു. ശരിയാ, അന്ന് ഉദാസീനത കാണിക്കാൻ പാടില്ലായിരുന്നു. അത് അബദ്ധമായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. വന്നതുപോലെ തന്നെ അയാൾ അതിവിദഗ്ധമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അയാളിപ്പോ പഴയ ശേഖരമേനോനല്ലെന്ന് വ്യക്തമായില്ലേ? ജയിലിൽ ക്രിമിനൽസുമായിട്ടാണല്ലോ സഹവാസം. അവരിൽ നിന്നും ക്രിമിനൽ ബുദ്ധി പകർന്നു കിട്ടിക്കാണും. ആ ഗുണം കൊണ്ടാവും കെട്ടുറപ്പുള്ള ഈ വീടിനകത്ത് അയാൾ നുഴഞ്ഞു കയറിയതും പവർ ഓഫായ സമയത്ത് ഞൊടിയിട കൊണ്ട് അപ്രത്യക്ഷമായതും. ഏതായാലും ഇന്ന് അയാള് ഇതിനകത്ത് കയറി കൊല്ലാൻ ശ്രമിച്ച സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ഇനിയും ഇതുപോലെയുള്ള അയാളുടെ ഒളി ആക്രമണം നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കണം. അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാ, ഏതായാലും ഇന്നത്തെ ഓർക്കം നഷ്ടപ്പെട്ടു. ഇന്നത്തെ മാത്രമല്ല പ്രതാപ, ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസവും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങണമെങ്കിൽ ശേഖരമേനോൻ മരിക്കണം. അയാളെ നമ്മൾ കൊല്ലണം. എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നോക്കണം പ്രതാപ. ചേച്ചി അയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. എത്രയോ ദിവസമായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അയാളുടെ ഒളിയുടെ എവിടെയാണെന്ന് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ലല്ലോ. ഈ ഭയപ്പാടിനിടയിലും ഒരു കാര്യത്തില് സമാധാനമുണ്ട്. ശേഖരൻ പറഞ്ഞത് ഇവിടെ ആരും വിശ്വസിച്ചില്ലല്ലോ, പ്രത്യേകിച്ച് വിശാൽ. എല്ലാം കേട്ടിട്ടും അവൻ എനിക്ക് വേണ്ടിയാണല്ലോ ശേഖരനെ തല്ലിയത്. അമ്മ എന്ന രീതിയില് അവൻ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. എനിക്കത് മതി. വിശാലിന്റെ ആ വിശ്വാസം നമുക്ക് മുതലെടുക്കണം പ്രതാപ. അവനെക്കൊണ്ട് ആ ശേഖരന്റെ അന്ത്യം കുറിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, അവളില്ല അവിടെ. ശ്യാമ ഇവിടെ ഇല്ല. എന്റെ മോൾ അവിടെ വന്നിട്ട് ശ്യാമ എന്താ ചെയ്തേ? ചൂടുവെള്ളം കൊടുത്ത് അവളുടെ നാവ് പൊള്ളിച്ചു അല്ലേ? അവൾ ആ വീരകഥകളൊക്കെ അമ്മയോട് പറഞ്ഞു കാണും. അവളിനി
ആർക്കും വേണ്ടി പാടില്ലെന്ന് പറഞ്ഞതല്ലേ. വീണ്ടും പിന്നാലെ നടന്ന് അവളെ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഓ, ഞാനും മോളും നിങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടായോ? പണ്ട് ഞങ്ങളെ കണ്ടാലേ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് എന്റെ കാശാ അവിടെ പലരുടെയും ജീവൻ നിലനിർത്തിയേ. അന്ന് മാഡം ചെയ്ത സഹായം ഞങ്ങൾ മറന്നിട്ടില്ല. അതിന് എന്റെ മോൾ ഒരുപാട് ഉപകാരം തിരിച്ചും ചെയ്തിട്ടില്ലേ? അതുപോലെ അപ്പോ ഇനി ഞങ്ങൾക്ക് ശ്യാമ ഒരു ഉപകാരവും ചെയ്യില്ല, അതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒടുവിൽ അവൾ എന്ത് തീരുമാനോ പറഞ്ഞേ? അതാദ്യം പറ. ഞാൻ പറഞ്ഞില്ലേ, ശ്യാമ ഇനി പാടുന്നത് അവൾക്ക് വേണ്ടി മാത്ര. ഇനി പാട്ടിന്റെ പേരും പറഞ്ഞ് എന്റെ മോളെ ശല്യം ചെയ്യരുത്. അപ്പൊ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല? ഇല്ല, ഇനി ആ തീരുമാനത്തിൽ മാറ്റമില്ല. ദുഃഖിക്കേണ്ടി വരും. ഇനി ഇതിന്റെ പേരില് എന്ത് ദുഃഖം വന്നാലും ഞങ്ങൾ സഹിച്ചോളാം. ചിലപ്പം നിങ്ങളുടെ കുടുംബത്തിനത് സഹിക്കാൻ പറ്റില്ല. ഗുണ്ടകളുമായിട്ട് വന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ നോക്കിയവരല്ലേ നിങ്ങള്. അതിനപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അത് വെറും സാമ്പിൾ മാത്രം. ഇനി വരാൻ പോകുന്നത് അതുക്കും മേലെയാ. ഞാനിപ്പോ വിളിച്ചതേ നിങ്ങളുടെ ആരുടെയും കാലു പിടിക്കാനല്ല, ഒരു മുന്നറിയിപ്പ് തരാനാ. അപ്പൊ മുന്നേ കരുതിയിരിക്കാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് തകർന്നു പോവും. ശ്യാമ എന്റെ മോളുടെ നാവ് പൊള്ളിച്ചു. ആ വേദനയും അപമാനവും ഒന്നും ഞങ്ങൾ മറക്കില്ല. ഒരു പാട്ടുകാരിയുടെ നാവ് പൊള്ളിയാ, നാവിന് എന്തെങ്കിലും സംഭവിച്ചാ അത് പ്രശ്നമല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അവള് പിന്നെ പാടില്ല. അതോടെ ആ ഗായികയുടെ ഭാവി തകർന്നു. അത്ര തന്നെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മോള് വരുമ്പോ അമ്മ ശരിക്കും സംസാരിക്കേ. നേരത്തെ പറഞ്ഞ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാ എന്നെ ഒന്ന് വിളിച്ചു പറയാൻ മോളോട് പറയും. മനഃപൂർവ്വം അങ്ങനെ ഒരു കടുങ്കൈ ആരോടും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇനിയും എന്റെ മോൾക്ക് വേണ്ടി പാടില്ല എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ തീരുമാനം അത് ഞാനങ്ങ് നടത്തും. ഓർത്തോ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ എത്ര സൂക്ഷിച്ചതാ, പക്ഷെ ഒടുവിൽ എന്ത് ചെയ്യാനാ? അരുണേട്ടനെ അശ്വതീച്ചെ കണ്ടു. എല്ലാം ഓരോരോ നിമിത്തങ്ങളാ. അറിയേണ്ട സമയത്ത് എല്ലാ സത്യങ്ങളും അറിയും. ആദ്യേട്ടനും അമ്മയാണ് അരുണേട്ടനെ അശ്വതീച്ചയിൽ നിന്ന് അകറ്റെന്ന് കേട്ടപ്പോ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ ഇത് എന്തൊക്കെ പാപങ്ങളാ ചെയ്തു കൂട്ടുന്ന. ഞാൻ അറിയുന്ന അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ അന്ന് എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും. ശ്യാമ അത് ന്യായീകരിക്കുകയാണോ? എന്ത് സാഹചര്യം? ഒന്നുമില്ല. അന്ന് അങ്ങനെ അമ്മയെ ആദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അശ്വതി ചേച്ചി മരണേട്ടന് സന്തോഷത്തോടെ കഴിഞ്ഞനെ. അശ്വതി ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ എന്താ? പിന്നെ ശ്രീകുട്ടി, അവള് അച്ഛൻ ആരാന്നറിയാതെ, അച്ഛന്റെ സ്നേഹവും വാത്സല്യം കിട്ടാതെ എത്രമാത്രം വിഷമിക്കുക. ഇതെല്ലാം അമ്മയുടെ ആദ്യേട്ടന്റെ പിടിവാശി കാരണമല്ലേ? പറയൂ. അതല്ല ഇപ്പൊ എന്റെ ടെൻഷൻ. അമ്മയും ആദ്യേട്ടനുമാണ് ഇത് ചെയ്തതെന്ന് അരുണേട്ടൻ അറിഞ്ഞു. ഇനി അവരേട്ടനും അനിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, അതാ നമ്മൾ പേടിക്കേണ്ട.
പിന്നെ ഐശ്വര്യ എടുത്തിയത് അറിഞ്ഞാൽ അറിയാലോ, നമ്മുടെ കുടുംബം തകരും. അങ്ങനെ ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന എന്റെ പ്രാർത്ഥന. അരുണേട്ടൻ കൂടി ഇനി അമ്മയിൽ നിന്ന് അകന്ന അമ്മയ്ക്കത് സഹിക്കില്ല. അരുണേട്ടൻ അമ്മയോട് അങ്ങനെ വഴക്കിടാൻ നിൽക്കുമോ? ഒന്നും അറിയില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒന്നും പരിഹരിക്കാൻ കഴിയില്ല. അവിടെ ഇനി എന്താ സംഭവിക്കുക? ഓർക്കുമ്പോ തന്നെ പേടി തോന്നുക. പിന്നെ അവിടെ അമൃതയുടെ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അതാ ഒരു ആശ്വാസം. നിങ്ങൾ രണ്ടാളും വന്നോ? ഞാൻ അറിഞ്ഞില്ല. മോളെ, ഇന്ന് അരുന്ധതി വിളിച്ചിരുന്നു. എന്നിട്ടോ? നീ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടിയില്ലെങ്കിൽ എന്തോ വലിയ ഉപദ്രവം ചെയ്യൂന്നൊക്കെ പറഞ്ഞു. വലിയ ഉപദ്രവോ? എന്താ പറഞ്ഞേ? മോനെ, ചില ദുസൂചനകളാ. നാവ് പൊള്ളിക്കൂന്നോ എന്തോ ചെയ്യൂന്നോ അങ്ങനെ പലതും പറഞ്ഞു. അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നോ? എന്താണെന്ന് അറിയണമല്ലോ. ഇപ്പൊ തന്നെ ഞാൻ നേരിട്ട് ചെല്ലാം. എന്താ അവരുടെ പ്രശ്നം ചോദിക്കണല്ലോ. അയ്യോ മോനെ, അതൊന്നും വേണ്ട. ഇപ്പൊ മോനത് ചോദിക്കാനൊന്നും പോണ്ട. വേണ്ട സർ, എങ്ങും പോണ്ട. എന്ത് വന്നാലും ഞാൻ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടുന്നില്ല. അവര് പറഞ്ഞോട്ടെ, നമ്മളായിട്ട് പ്രശ്നത്തിനൊന്നും പോണ്ട. അങ്ങനെ എന്നും ക്ഷമിച്ചിട്ടാ അവര് വീണ്ടും വീണ്ടും വന്ന് തലേ കയറുന്ന. സർ, ഇപ്പൊ കൂടി നമുക്ക് ക്ഷമിക്കാം. ഞാനല്ലേ പറയുന്നേ. മോളെ, നീ ഇനി ഒറ്റയ്ക്കെങ്ങും പോകണ്ട. കൂടുതൽ സൂക്ഷിക്കണം കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല സുന്ദരി കുട്ടികളല്ലേ മൂന്നാളും? നന്നേ ചെറുപ്പത്തിൽ എനിക്ക് അവരെ നഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഇപ്പൊ വളർന്നു. പക്ഷെ എവിടെ ഉണ്ടെന്നോ എങ്ങനെ ഉണ്ടെന്നോ എനിക്കറിയില്ല. ഇക്കാര്യത്തില് ആരി എന്ന ബ്രില്യന്റ് ആർട്ടിസ്റ്റിന്റെ സഹായം എനിക്ക് വേണ്ടത്. ഇവരുടെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്ന് ആരി എനിക്കൊന്ന് വരച്ചു തരണം. ദാറ്റ്സ് എ ടാസ്ക് നൗ. ഇതാണ് പാവം രാധ. ആദ്യം ഈ രാധയുടെ ഇപ്പോഴത്തെ രൂപം ആര്യ വരയ്ക്ക്. അത് കഴിഞ്ഞിട്ട് തനിക്ക് പോവാം. വരച്ചാ മാത്രമേ നീ ഇവിടെ നിന്ന് പോവൂ. കൃത്യമായി വരയ്ക്കണം, തെറ്റിക്കരുത്. തെറ്റുകളെ ക്ഷമിക്കുന്ന ഒരാളല്ല ഞാൻ. ഹരിയേട്ടാ, വേണ്ട. ഹരിയേട്ട നിക്കണ്ടേ ഇവിടെ? അതെന്താ ഹരിയ? ഹരി നിന്നാൽ എന്താ പ്രശ്നം? വേണ്ട സാർ, ഹരിയേട്ട വന്നാ എന്റെ കോൺസെൻട്രേഷൻ പോവും. ഓ, അയ്യോ, കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഹരിയേട്ടൻ താഴെ വെയിറ്റ് ചെയ്താ മതി. ഷടാ, ഇത് കൊള്ളാം. ആരി വരയ്ക്കുന്ന നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ലീവ് എടുത്ത് കൂടെ വന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെയല്ല ഹരികുട്ടാ. ഈ വരയ്ക്കുന്ന ചിത്രം സാറിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹരി നിൽക്കുമ്പോൾ വരയ്ക്കാൻ ഈ കുട്ടിക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങ് മാറിക്കൊടുക്കുന്നതല്ലേ നല്ലത്. ശരി ശരി, ആയിക്കോട്ടെ. ഞാനായിട്ട് ആരെയും ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ പോയേക്കാം. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇനി വരച്ചോളൂ. ശരി സാർ. സാർ, ഒരു മിനിറ്റ് ഒന്ന് വരൂ. സാർ, ഒന്ന് വരൂ.
ആ രാധയുടെ ചിത്രം നമ്മൾ നേരത്തെ വരപ്പിച്ചതല്ലേ? സുഭദ്രാമ്മയുടെ തന്നെ പകർപ്പ് തന്നെയാണെന്ന് സാറ് നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. വീണ്ടും വീണ്ടും തന്നെ ഈ രാധയുടെ ചിത്രം തന്നെ വരപ്പിക്കുന്നത്. ഓ, ബുദ്ധി വേണോടാ, ബുദ്ധി. ഇതൊരു ടെസ്റ്റ് ഡോസ്. രാധയുടെ ചിത്രം ആദ്യം ആര്യ വരയ്ക്കട്ടെ. അത് കാണുമ്പോൾ അറിയാലോ അവള് വരയ്ക്കുന്നത് കൃത്യമാണോ എന്ന്. പിന്നെ കൃത്യമായി വരച്ചാൽ മാത്രമേ ഇവളിവിടുന്ന് പോവൂ. മേഘനാഥൻ വിധിയല്ലെന്ന് നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മിസ്റ്റർ ചന്ദ്രമോഹൻ, താങ്കൾക്ക് ഭാഗ്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. വീഴ്ചയിൽ ചില്ലറ ചതവുകൾ പറ്റിയെന്നുള്ളതല്ലാതെ ബോൺസ് ഒന്നും ഫ്രാക്ചർ ആയിട്ടില്ല. ഈ പ്രായത്തിൽ എല്ലുകൾക്കോ മറ്റോ പൊട്ടലുണ്ടായാൽ റിക്കവർ ചെയ്തു വരാൻ വലിയ പാടാ. താങ്ക് യു ഡോക്ടർ. നന്ദി എനിക്കല്ല പറയേണ്ടത്, ഈശ്വരനോടാ. അനീറ്റ, പേഷ്യന്റിന് ഡ്രിപ്പ് കൊടുത്തേക്കും. ഓക്കെ. ചൂടും വെയിലും ഏറ്റ് ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഈ തളർച്ചയും ക്ഷീണവും. വേറെ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ഡ്രിപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം. ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ ശരി. കുറച്ചു കഴിഞ്ഞ് ബില്ല് റെഡിയാവും. കൗണ്ടറിൽ വന്ന് അടച്ചിരുന്നാ മതി. ഡോക്ടർ എഴുതിയ മരുന്ന് ഫാർമസിന്ന് വാങ്ങിയാൽ മതി. വേദന കുറവുണ്ടോ അമ്മാവ? ഞാൻ ആകെ പേടിച്ചു പോയായിരുന്നു. ഇപ്പോഴാ സമാധാനമായത്. ശരി, ഇനി നീ ഇവിടെ നിൽക്കരുത്. കൃഷ്ണൻ വീട്ടിലേക്ക് വരും മുമ്പ് നീ ഇവിടെ വിട്ടു പോണം. ഞാൻ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും മനസ്സിന്റെ കോണിൽ പോലും രാധയ്ക്കെന്നോട് വെറുപ്പില്ലല്ലോ ഭഗവാനെ. ചന്ദ്രേട്ടാ, എന്തു പറ്റി അമ്മാവ? ഒന്നുമില്ല. അമ്മാവ, ദാ കുടിക്ക. കുടിക്കുമാവാ. ദാ പതുക്കെ കുടിച്ചാ മതി, വിക്കരുതേ. ഞാൻ ഓർക്കുമായിരുന്നു, കൃത്യസമയത്ത് എന്നെ ഈശ്വരൻ അവിടെ എത്തിച്ചതുകൊണ്ടല്ലേ നിങ്ങളെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ആരാ ഇവിടെ ഒരു സഹായത്തിനുണ്ടാവുക? നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇങ്ങോട്ട് വന്നത്? ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൃഷ്ണൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാ രാധയോട് പറയാ? അവൾക്കും കാണണമെന്നുണ്ടാവില്ലേ? രാധയെ കണ്ട കൃഷ്ണൻ തിരിച്ചയക്കുകയില്ലല്ലോ. പറയമ്മായി, ആരാ ഇവിടെ ഉള്ളത്? ആരാ അമ്മാവ ഇവിടെ ഉള്ളത്? കൃഷ്ണേട്ടനാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.